ഹലോ ഗായ്സ്, രാത്രി ഇവിടെ കാപ്പിയാണല്ലോ. അപ്പോൾ ഇന്നാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഉണ്ടാക്കി കൊടുത്ത് എത്ര വേണമെങ്കിലും ഇരുന്ന് കഴിച്ചോളും. അങ്ങനെ ഞാൻ വിചാരിച്ച് ഇന്ന് അതങ്ങ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ അണ്ണന് ഇഷ്ടപ്പെട്ട ഓട്ടടയാണ് ഉണ്ടാക്കുന്നത്. ഞാനങ്ങ് രാത്രിയായി ഇലയൊക്കെ പോയി പിച്ചിക്കൊണ്ട് വന്നപ്പോഴത്തേന് ഇരുട്ടായിരുന്നു. ടോർച്ചൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് എൻ്റെ ഇളയവനെയും കൂടി കൂട്ടി വിളിച്ചുകൊണ്ട് പോയ ഇല മുറിച്ചുകൊണ്ട് വന്നിട്ട് ഓട്ടട ഉണ്ടാക്കാമെന്ന് വെച്ചാൽ. അണ്ണന് തേങ്ങയും പഞ്ചസാര ഇട്ട് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ എനിക്കന്ന് നേരെ തിരിച്ച്, എനിക്ക് ശർക്കര ഇട്ട് കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഹാദിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇലയപ്പം വേണമെന്ന് പറഞ്ഞാൽ ഹാദിക്ക് ഇലയപ്പം കൂടി സെറ്റ് ചെയ്ത്, എനിക്ക് വാഴയിലേക്കകത്ത് ഇലയപ്പം ഉണ്ടാക്കാനാണ് ഭയങ്കര ഇഷ്ടം. അതിനൊരു പ്രത്യേക മണമാണ്. അതിൻ്റെ ഇടയ്ക്ക് മക്കൾക്ക് ആഹാരം കൊടുക്കണമായിരുന്നു. ഇവന്മാരാണെങ്കിൽ തന്നെ തിന്നത്തേ ഇല്ല. ഭയങ്കര പണമാണ് ഇവന്മാരെ തിരിപ്പിക്കാൻ. വായിലിങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. പിന്നെ ആദ്യമുള്ള ഇലയപ്പം അതിൻ്റെ ഇടയ്ക്കൊക്കെ അത് 1 മണിക്കൂർ അവന്മാർ കഴിക്കുന്ന സമയം. കാരണം വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ബുൾസയും മുട്ട പൊരിച്ചൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതും കൂടി അങ്ങ് സെറ്റായി. എങ്ങനെയൊക്കെ കഴിക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് ഓരോന്നൊക്കെ ചെയ്ത് കൊടുക്കും. അങ്ങനെ പിന്നെ ആണെങ്കിൽ ഓട്ടടയാണെങ്കിൽ എനിക്ക് പണ്ടൊന്നും ഈ ഓട്ടടയൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. അന്ന് ഈ ഓട്ടട ഉണ്ടാക്കിയാൽ ഈ ഇലയിലൊന്നും ഇളകിയൊന്നും വരത്തില്ല. ഞാൻ എണ്ണയൊക്കെ തൂത്തും എങ്ങനെയൊക്കെയായിരുന്നു അന്നൊക്കെ ഉണ്ടാക്കുന്നത് കല്യാണം കഴിഞ്ഞ സമയത്ത്. എനിക്ക് അന്നൊന്നും ഈ സാധനം ഉണ്ടാക്കാനേ അറിയത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു. അത് ശർക്കരയൊക്കെ ഇട്ട് അത് അടുപ്പിലൊക്കെ വെച്ചിട്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഞാനും ഇപ്പം പഠിച്ചു. നമ്മളിത് പഠിച്ചല്ലേ പറ്റത്തുള്ളൂ. ഇവർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമായതുകൊണ്ട് നമ്മളിതൊക്കെ പഠിച്ചെടുത്തല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കൊടുത്ത് കൊള്ളാമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര സംതൃപ്തിയായിരിക്കും, സന്തോഷമായിരിക്കും. അത് നമുക്ക് എത്ര കഷ്ടപ്പാടാണെങ്കിലും നമുക്ക് ആ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ടല്ലോ, കൊള്ളാം എന്ന് പറയുന്നത്, അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു പുതിയ അതിഥിയും കൂടി ഉണ്ടായിരുന്നു. ഒരു പൂച്ചയുള്ളായിരുന്നു. ഇനിയിപ്പോൾ അടുത്തൊരു പൂച്ചയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇയാളാണ് പക്ഷേ ദാദ. അയാൾക്ക് കൊടുക്കത്തൊന്നുമില്ല. അത് പാവം ഓടി വന്ന് ആഹാരം കഴിക്കാനായിട്ട് ഓടി വന്ന് അതുങ്ങൾക്കും കൊടുത്ത് എൻ്റെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് എൻ്റെ അടുക്കള ക്ലോസ് ചെയ്ത് ഞാൻ പോയി കിടന്നു. ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോ